ഇന്ന് ചെയ്യാന്നുള്ളായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ തിരിഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്തെ ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. അത് നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല. നമ്മളൊരു ഉത്തരവിന്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ്. പക്ഷെ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിന്റെ റിപ്പോർട്ടിന്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്ഹ്യൂമേഷനുള്ളൊരു ഉത്തരവ് കൊടുക്കുന്നതും. അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ലീഗൽ ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ അടുത്ത നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട്. നമ്മളൊന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇല്ല, കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു ലീഗൽ അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് എന്താണ് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷൻ ആണെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ നമ്മൾ അതല്ല, അതിന്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. നാളെയല്ല, നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തീരുമാനിക്കും. എനിക്ക് 1-2 പേരോട് കൺസൾട്ട് ആവശ്യമുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു തീയതി, എക്സ്ഹ്യൂമേഷന്റെ തീയതി നാളെ നമ്മൾ അറിയിക്കും. ഇതിൽ ഇന്ന് ഈ പൊളിക്കാനുള്ള മുൻകരുതലിൽ പാളിച്ചുണ്ടായി. ഇത്തിരി ആളുകൾ അവിടെ കൂടി വരുന്നു, മുൻകരുതലിൽ പാളിച്ചല്ല. നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ അടുത്തൊരു ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിവൈഎസ്പി അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷെ നമ്മൾ അവരോട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഇപ്പം കുറച്ച് പേരുടെങ്കിലും ആരോപണം ഇതിലിപ്പം എന്താണ് നമ്മൾ ഒരു റിലീജിയസ് ആംഗിൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്യുവർലി ലീഗൽ ബേസിസിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അതിന്റെ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. നമ്മളിപ്പം അതൊരു ലീഗൽ കാര്യങ്ങൾ മാത്രമാണ്. ഏതൊരു സ്ഥലത്തും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഡിഫ്യൂസ് ചെയ്യണം. അപ്പം ആ ഒരു ഇതിന്റെ ബേസിസിലാണ് നമ്മൾ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഇത് പ്യുവർലി ഏതൊരു സ്ഥലത്തും ഒരു സ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ബോഡി നമ്മൾ ഓൾറെഡി ഇപ്പം സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ഹ്യൂമേഷൻ ചെയ്തിട്ട് അതിന്റെ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമായിട്ടുണ്ട്. അപ്പം അതുമായിട്ടുള്ളൊരു സ്വാഭാവിക ഇല്ല ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നാളെ നമ്മളൊരു ഡേറ്റ് എടുക്കും. നമ്മൾ എല്ലാവരുടെയും ഒരു ഇനിയിപ്പോൾ സർജന്റെ എല്ലാവരുടെ അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട്. പുതിയ ഡേറ്റ് എടുത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ചും കൂടി നമുക്ക് അവിടെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കവറിങ്ങിന്റെ അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് അറിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിന് ഉദ്ദേശം ചർച്ചയല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ട് ഒന്ന് കാര്യം ധരിപ്പിക്കുകയാണ്. പിന്നെ അതിന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും പ്രോപ്പർലി ഒന്നും കൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ.